The major stereoisomer obtained in the reaction of S2-phenyl propanol with a methyl magnesium bromide is. Okay, the major stereoisomer obtained in the reaction of S2-phenyl propanol with a methyl magnesium bromide is. കാണുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെറിയ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, ചെറിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്കത് ചെറിയൊരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം, എന്നാലേ നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഒരു റിയാക്ഷൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ആൽഡിഹൈഡിലോട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്തു. അപ്പൊ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ഗ്രിഗ്നാർഡ് പോയിട്ട് ആൽഡിഹൈഡിനെ അറ്റാക്ക് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ആൽക്കഹോൾ. നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ഇത്, അല്ലേ? ഇതാണ് റിയാക്ഷൻ. അപ്പൊ ഈ റിയാക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്നതിൽ ഈ ആർ ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ദിസ് ആർ ഗ്രൂപ്പ് ഈസ് കൈറാൽ. ദിസ് ആർ ഗ്രൂപ്പ് ഈസ് കൈറാൽ. ആർ ഗ്രൂപ്പ് കൈറാലാണ്. ദാറ്റ് മീൻസ് ഇത് ഡയാസ്റ്റീരിയോടോപ്പിക് ഫേസ് എന്നാണ് നമ്മൾ വിളിക്കുക. കാര്യം നമുക്ക് അങ്ങനെ ഒരു കൈറാൽ സെന്റർ പ്രസന്റ് ആണെങ്കിൽ ദ പ്രൊഡക്റ്റ് വിൽ ബി ഡയാസ്റ്റീരിയോമേഴ്സ്. പ്രൊഡക്റ്റ് ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും. സോ ഈ കാർബോണിൽ ഗ്രൂപ്പിലോട്ട് മീഥൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ആൽക്കഹോൾസുകളാണ്. അപ്പോൾ ഈ ആർ ഗ്രൂപ്പ് കൈറാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കൈറാൽ കാർബൺ ആറ്റമാണ് ആർ ഗ്രൂപ്പിന്റെ അവിടെ വരുന്നത്. അപ്പോ ഈ ആർ ഗ്രൂപ്പ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ സി സ്റ്റാർ കണക്റ്റഡ് ടു എ ബി സി കണക്റ്റഡ് ടു സി ഡബിൾ ബോണ്ട് ഒ എച്ച് എന്ന് വിചാരിക്കുക. അപ്പൊ ഞാനിതിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ റിയാക്ഷന് നിങ്ങൾ നോക്കുക, റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇതൊരു കൈറാൽ കാർബണാറ്റ് ആണ്. ലെറ്റ്സ് സേ ഇത് ആറാന്ന് വിചാരിക്കുക. ആ കാർബണാറ്റം ആർ എസ്യൂം ചെയ്യുക ആറാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് ചാൻസ് ഇവിടെ ഉണ്ട്, ഇല്ലേ? രണ്ട് ചാൻസ് ഇല്ലേ? ദാറ്റ് മീൻസ് കാർബൺ എ ദെൻ സി ദെൻ ബി കണക്റ്റഡ് ടു സി. ഇപ്പൊ ഗ്രിഗ്നാർഡ് താഴെ നിന്നാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ലെറ്റ്സ് സേ ഇങ്ങനെയാന്ന് വിചാരിക്കുക, ഒ എച്ച് ആൻഡ് എച്ച്. അതല്ലെങ്കിൽ പ്ലസ് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, എ സി സി ബി സി. മോളിൽ നിന്നാണ് ഗ്രിഗ്നാർഡ് വരുന്നെങ്കിൽ CH3 OH ആൻഡ് എച്ച്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അങ്ങനെ രണ്ട് ചാൻസ് ഉണ്ട്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതില് ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് കൈറാൽ കാർബണാറ്റം വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പോസിബിലിറ്റീസ് ചെക്ക് ചെയ്യണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർ, ലെറ്റ്സ് സേ ഇത് ആർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? RS കോൺഫിഗറേഷൻ ആയിരിക്കും. ആൻഡ് ഇവരുടെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും. ഡയാസ്റ്റീരിയോമേഴ്സ്. അപ്പൊ നമുക്ക് ഇതിൽ മേജർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഇതിൽ ഏതാണ് മേജർ പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ മേജർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക? അപ്പൊ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്, മോഡലുകൾ ഉണ്ട്. ആ റൂളിന്റെ പേരാണ് ക്രാംസ് റൂൾ. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടാവും. ക്രാംസ് റൂൾ, ഫെൽക്കിൻ ഹാൻസ് മോഡൽ, ആന്റി ക്രാംസ്, ആന്റി ഫെൽക്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണെങ്കിലും ഓക്കെ നിങ്ങൾ. അപ്പൊ ഇതില് നമുക്ക് മേജർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ക്രാംസ് മോഡൽ ആണ്, ക്രാംസ് റൂൾ ആണ്. അപ്പൊ ഈ ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കൊരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, S2-ഫിനൈൽ പ്രൊപ്പനാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ആദ്യം 2-ഫിനൈൽ പ്രൊപ്പനാലിന്റെ സ്ട്രക്ചർ വരയ്ക്കാം. എന്താ 2-ഫിനൈൽ പ്രൊപ്പനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ എന്താ? CH3 CH2 CHO. ദിസ് ഈസ് പ്രൊപ്പനാൽ, അല്ലേ? ദിസ് ഈസ് പ്രൊപ്പനാൽ. അപ്പൊ അവർ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2-ഫിനൈൽ പ്രൊപ്പനാൽ ആണ്. അപ്പൊ 2-ഫിനൈൽ പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ CH3 CH PH CHO. ഇതല്ലേ 2-ഫിനൈൽ പ്രൊപ്പനാല്? അല്ലേ? ദിസ് ഈസ് 2-ഫിനൈൽ പ്രൊപ്പനാൽ ആൻഡ് ഈസ് കാർബൺ ആറ്റം ഈസ് കൈറാൽ. ഇത് ക്ലിയർ ആണോ? അപ്പോ S2-ഫിനൈൽ പ്രൊപ്പനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ലെറ്റ്സ് സേ ഇങ്ങനെയാന്ന് വിചാരിക്കുക. ഞാൻ ഫിനൈലിനെ ഇവിടെ ഇട്ടു, ഞാൻ മീഥൈലിനെ ടോപ്പ് ഫേസിലിട്ടു, ഹൈഡ്രജനെ ബോട്ടം ഫേസിലിട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ലാർജ് ഗ്രൂപ്പിനെയും സിയോനെയും ഞാൻ ഓപ്പോസിറ്റ് ഇട്ടു, എന്നിട്ട് ചെക്ക് ചെയ്യാണ്.
അപ്പോ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ പോവും, സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെ പോവും, തേർഡ് പ്രയോറിറ്റി ഇവിടെ പോവും, ഫോർത്ത് പ്രയോറിറ്റി ഇവിടെ പോവും. സോ 1 2 3 കോൺഫിഗറേഷൻ 6 ആണ്. നമുക്ക് വേണ്ടത് എസ് അല്ലേ? നമുക്ക് വേണ്ടത് എസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പോരെ? ദാറ്റ് ഈസ് ഇവിടെ CH3 ഇട്ടു, ഇവിടെ H ഇട്ടു. ഇത് എസ് അല്ലേ? അപ്പോ നോക്കിയേ, ഇതാണ് നമുക്ക് ആദ്യം വേണ്ടി. സ്ട്രക്ചർ നമുക്ക് വരയ്ക്കണം. ഇത് എസ് കോൺഫിഗറേഷൻ ആണ്. ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ നോക്കിയാൽ ഞാൻ ഇട്ടത്. S2 ഫിനൈൽ പ്രൊപ്പനാൽ, S2 ഫിനൈൽ പ്രൊപ്പനാൽ. ഓക്കെ, S2 ഫിനൈൽ പ്രൊപ്പനാൽ. ഇതാണ് നമ്മുടെ ആള്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രാംസ് റൂള് പറയണത് നിങ്ങൾ ഫോമുകള് ഇപ്പോ ഷോർട്ട് കട്ടാണ്, മതി, ഷോർട്ട് കട്ട് പഠിച്ചാൽ മതി. ഇപ്പോ ഇങ്ങനെയാന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഓക്കെ, ഇത് ആൽഡിഹൈഡ് ആവാം, കീറ്റോൺ ആവാം, എന്ത് വേണമെങ്കിലും വരാം. ആൻഡ് ദിസ് ഈസ് ലാർജ് ഗ്രൂപ്പ് ആൻഡ് മീഡിയം ഗ്രൂപ്പ്, small group, then large group, medium group, small group. ഓക്കെ, ഈ രണ്ട് ഫോംസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ രണ്ട് ഫോംസ്, ഈ ആദ്യത്തെ ഫോമിന്റെ പ്രത്യേകത എന്താ? ലാർജ് ഗ്രൂപ്പും CO ഗ്രൂപ്പും കിടക്കുന്നത് കണ്ടോ? ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട്. ശ്രദ്ധിച്ചോ? രണ്ടാമത്തെ കേസിൽ ലാർജ് ഗ്രൂപ്പും പിന്നെ ഏതാ ഗ്രൂപ്പ്? ഇപ്പൊ ഇവിടെ മീതയിലോ ഹൈഡ്രജൻ എന്ത് വേണമെങ്കിൽ ഇടാം. CO ഗ്രൂപ്പും സെയിം. ഇത് രണ്ടും ഓക്കെ ആണോ? ഈ രണ്ട് സ്ട്രക്ചേഴ്സ്, ഈ രണ്ട് സ്ട്രക്ചേഴ്സുകൾ, ഇതില് ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ബൈസെക്റ്റിംഗ് ഫോം. ബൈസെക്റ്റിംഗ് ഫോം അങ്ങനെയാണ് നമ്മൾ വിളിക്കുക കാർബോൾ ഗ്രൂപ്പിന്റെ കൺഫോർമേഷൻ. ദിസ് ഈസ് എക്ലിപ്സ്ഡ് ഫോം. അങ്ങനെ രണ്ട് ഫോംസ് ആണ് ഇതിനുള്ളത്, ബൈസെക്റ്റിംഗ് ഫോം ആൻഡ് എക്ലിപ്സ്ഡ് ഫോം. എക്ലിപ്സ്ഡ് ഫോം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? എല്ലും സിയോയും ഒരേ സൈഡിൽ. ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏത് ഫോം ആണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് ഫോം. ഇത് ഏത് ഫോമാ? S2 ഫിനൈൽ പ്രൊപ്പനാല്. നോക്കിയേ, S2 ഫിനൈൽ പ്രൊപ്പനാൽ ഇതിൽ ഏത് ഫോമാ? വിച്ച് ഫോം? നോക്കിയേ, PHും COയും ഇങ്ങനെയല്ല കിടക്കണേ. സോ ദിസ് ഈസ് ബൈസെക്റ്റിംഗ് ഫോം. ഇത് ക്ലിയർ ആണോ? ഒന്നും ചെയ്തില്ല. അതായത് ഗ്രിഗനാർഡിന്റെ അതേ സ്ട്രക്ചർ വരച്ചു. ആ സ്ട്രക്ചർ വരച്ചതിൽ ഏത് ഫോമാണ്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ബൈസെക്റ്റിംഗ് ഫോമിലെ ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ഫ്രം സ്മോളർ സൈഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ ന്യൂക്ലിയോഫൈൽ എക്ലിപ്സിലെ ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ഫ്രം മീഡിയം സൈഡ് ഗ്രൂപ്പ്. ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾ ബൈസെക്റ്റിംഗ് ഫോം പഠിക്കുകയാണെങ്കിൽ സ്മോളർ സൈഡ് BS എന്ന് പഠിച്ചാൽ മതി. എക്ലിപ്സ്ഡ് ഫോം വരയ്ക്കുകയാണെങ്കിൽ EM ഇംഗ്ലീഷ് മീഡിയം എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാം. ഏതാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാ അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ, എങ്ങനെയായിരിക്കും ആൻസർ വരാൻ സാധ്യത? ബൈസെക്റ്റിംഗ് ഫോം ആണല്ലേ. അപ്പൊ ന്യൂക്ലിയോഫൈൽ ഏതിലെ വരും? ന്യൂക്ലിയോഫൈൽ ഏത് ഫേസ് കൂടെ വരും? സ്മോളർ ഫേസ് കൂടെ വരും. സ്മോളർ സൈസ് അല്ലെ? സ്മോളർ സൈസ് ഗ്രൂപ്പിന്റെ ആ സൈഡ് കൂടെ വരും. ദാറ്റ് മീൻസ് ഏത് ഫേസ് കൂടെ അപ്രോച്ച് ചെയ്യും? ഏത് ഫേസ് കൂടെ അറ്റാക്ക് ചെയ്യും? ടോപ്പ് ഫേസ് കൂടെ അറ്റാക്ക് ചെയ്യും. ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? ബൈസെക്ടിങ് ഫോമില് ഹൈഡ്രജന്റെ സൈഡ് ഏതാണോ അതിലെ വന്ന് അറ്റാക്ക് ചെയ്യും. കാരണം ഹൈഡ്രജനല്ലേ ഏറ്റവും ചെറുത് അവിടെ അല്ലേ? അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? ആൻസർ വിൽ ബി, ഞാൻ വരയ്ക്കട്ടെ. സോ ആൻസർ വിൽ ബി പി എച്ച്. ഇവിടെ മാറ്റമുണ്ടോ? ഇവിടെ ഒരു മാറ്റവും ഇല്ല. ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രിക്ക് ഒരു മാറ്റവും ഇല്ല. പി എച്ച് എച്ച് സി എച്ച് 3. ന്യൂക്ലിയോഫൈൽ ഗ്രിഗിനാർഡ് അല്ലേ? അപ്പൊ ഗ്രിഗിനാർഡ് റിയേജന്റ് ഏത് ഫേസിൽ കൂടെ വരും? CS3 ടോപ്പിൽ വരും. OH ഏത് ഫേസിൽ വരും? ബോട്ടം ഫേസിൽ വരും അല്ലേ? OH ബോട്ടം ഫേസിൽ വരും. ബാക്കി അവിടെ ആരുള്ളത്? ഹൈഡ്രജൻ. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? ഇയാളുടെ കോൺഫിഗറേഷൻ എസ് തന്നെയാണ്, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇയാളുടെ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കണം. സോ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4. 1 2 3 കോൺഫിഗറേഷൻ എന്താ? കോൺഫിഗറേഷൻ എന്താ? 6 അല്ലേ? 4th എവിടെ കിടക്കണ? പ്ലെയിനിലാണ്. അപ്പൊ പ്ലെയിനിൽ നിന്ന് ഡയറക്റ്റ് ബോട്ടത്തിലോട്ട് ചാടിക്കൂടെ? അപ്പൊ എന്തായിരിക്കും കോൺഫിഗറേഷൻ? എസ് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കണം? എസ് എസ് ആയിരിക്കണം നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? എസ് എസ്. അതായത് നമുക്ക് കിട്ടിയ പുതിയ കൈറാൽ സെന്റർ എസ് ആയിരിക്കും. ക്ലിയർ ആണോ? ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് നമ്മൾ ആദ്യമേ സ്ട്രക്ചർ വരച്ചു, അത് ഏത് ഫോം ആണെന്ന് നോക്കി. ബൈസെക്ടിങ് ഫോം ആണെങ്കിൽ ചെറിയ സൈസ് ഉള്ള ഗ്രൂപ്പിന്റെ സൈഡിൽ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യും. മറ്റേതാണെങ്കിൽ മീഡിയം സൈസ് ഗ്രൂപ്പിന്റെ സൈഡിൽ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യും. അവരുടെ പൊസിഷൻ നിങ്ങൾ എവിടെ കിടക്കണമെന്ന് നോക്കുക, അതിൽ അറ്റാക്ക് ചെയ്യിപ്പിക്കുക, RNS ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ആൻസർ നോക്കിയേ. ആൻസർ അപ്പൊ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ SS കോൺഫിഗറേഷൻ വേണം അല്ലേ? SS കോൺഫിഗറേഷൻ. ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. ഫസ്റ്റത്തെ ഓപ്ഷനിലെ ദിസ് വിൽ ബി 1 അല്ലേ? ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4. സോ 1 2 3 കോൺഫിഗറേഷൻ എസ് ആണ്. പക്ഷെ 4th കിടക്കുന്നത് എവിടെയാ? അവിടെയാണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും വരില്ല, കാരണം അത് എസ് വരണം. അപ്പോ പിന്നെ നമുക്ക് ഡിയും കട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബി എസ്, ദിസ് വിൽ ബി എസ് അല്ലേ? ഇനി നമുക്ക് ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക. സോ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4. 1 2 3 കോൺഫിഗറേഷൻ എന്താ? എസ് ആണ്. 4th കിടക്കുന്നത് ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ എന്തായാലും ഇത് എസ് ആയിരിക്കും. ആൻസർ ഈസ് ഓപ്ഷൻ സി ആയിരിക്കും. കാരണം അവിടെ നോക്കണ്ട, നമുക്ക് ഒരു ഫിഷറിലല്ല തന്നിരിക്കണേ. നമുക്ക് നോക്കണ്ട SS കോൺഫിഗറേഷൻ അതിൽ ഏതാണെന്നുള്ളത്. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചെറിയൊരു ഇത് അപ്ലൈ ചെയ്യണം. പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെയ്യാനായിട്ട്. നമുക്ക് ഇനിയും വരുമ്പോൾ നോക്കാം ഈ ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി റിയാക്ഷൻസിൽ വരുന്നതാണ്. എന്നാലും ഞാൻ സ്റ്റീരിയോ കെമിസ്ട്രി ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സിമ്പിൾ ആണ് ക്രാംസ് റൂള്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ആദ്യം വരച്ചു. അത് വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ സ്ട്രക്ചർ വരച്ചു. ആ സ്ട്രക്ചർ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാർജ് ഗ്രൂപ്പ്, നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് ലാർജ് ഗ്രൂപ്പ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്, PH നെയും CO നെയും വെച്ച് വരച്ചത്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. അതായത് ഇപ്പോ CH3 വെച്ചിട്ട് എനിക്ക് വരച്ചൂടെ? ഇവിടെ എനിക്ക് CH3 വെച്ചിട്ട് വരയ്ക്കാം. പക്ഷെ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ റെഫറൻസ് ലാർജ് ഗ്രൂപ്പിന് വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വളരെ ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് S2 ഫിനൈൽ പ്രൊപ്പനാളിന്റെ സ്ട്രക്ചർ വരച്ചിട്ട് നമ്മൾ ഏത് ഫോം ആണെന്ന് നോക്കി, അത് ബൈസെക്ടിങ് ആണോ എക്ലിപ്സ്ഡ് ആണോ നോക്കി. ബൈസെക്ടിങ് ആണെന്ന് മനസ്സിലായി. ബൈസെക്ടിങ്ങിൽ ന്യൂക്ലിയോഫൈൽ സ്മോളർ സൈഡ് കൂടെയാണ് വരിക. സ്മോളർ സൈഡ് ഏതാന്ന് നോക്കി, ഹൈഡ്രജന്റെ സൈഡ് ആണ്. ഹൈഡ്രജന്റെ സൈഡ് ടോപ്പിലാണ്. അപ്പൊ ന്യൂക്ലിയോഫൈൽ ടോപ്പിൽ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യും. ന്യൂക്ലിയോഫൈൽ ടോപ്പിൽ കൂടെ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 ഏതിൽ വരും? CH3 ടോപ്പിൽ കൂടെ വരുമ്പോൾ OH ചെയ്ത് ഫേസിൽ വരും, ബോട്ടം ഫേസിൽ വരും. അതിന്റെ RNS നമ്മൾ ചെയ്ത് നോക്കി, എന്നിട്ട് ഓപ്ഷൻസ് ചെക്ക് ചെയ്തു. അത്രേ ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് ഒക്കെ ക്ലിയർ ആയോ? ഇനി ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. വരുന്നുണ്ടോ നോക്കാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ക്ലൈഡനാണോ എനിക്ക് ഓർമ്മയില്ല. ഏതൊരു ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ എടുത്തിട്ടിരിക്കുകയാണ്.
Cis and trans 2-methyl 5-butyl 1,3-dioxane each can exist as two conformers as shown below. The preferred conformation for cis and trans compound will be. അപ്പൊ അതിൽ സിസിന്റെയും ട്രാൻസിന്റെയും രണ്ട് സ്ട്രക്ചേഴ്സ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റേബിൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഇതേ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്നല്ലേ, എന്നാലും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഇല്ലേ? ഇതേ ടൈപ്പ് ചോദ്യം നമ്മൾ ഇന്നലെ ഒരെണ്ണം ചെയ്തിരുന്നു. അപ്പൊ അവിടെ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതേ ടൈപ്പ് ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കിയ നോർമലി പൊസിഷൻസ് നോക്കുക. ഫസ്റ്റ് പൊസിഷൻസ് 1-4 പൊസിഷൻസ് ആണ് അല്ലേ, 1-4. അപ്പൊ 1-4ന്റെ പ്രത്യേകത എന്താ? 6 മെമ്പേർഡ് റിംഗിലെ 1-4 എന്ന് പറഞ്ഞാൽ സിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരാൾ ആക്സിയലും ഒരാൾ ഇക്വറ്റോറിയലും, ട്രാൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്സിയലും പിന്നെ ഏതാണ് ഇക്വറ്റോറിയലും. ഇതാണ് 1-4 6 മെമ്പേർഡ് റിംഗില്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സൈക്ലോഹെക്സൈൻ അല്ല. ആണോ? ഇത് സൈക്ലോഹെക്സൈൻ അല്ല, നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പൊ നമുക്കിനി എന്താ പറയാ, സ്റ്റെബിലിറ്റി നോക്കാം. അപ്പൊ ഇതിലെ ഫസ്റ്റ് നിങ്ങൾക്ക് സിസിലെ ഇത് ആക്സിയൽ സൈഡിലും ഇത് ആക്സിയൽ സൈഡിലും ഇത് ഇക്വറ്റോറിയൽ സൈഡിലും ആണ്. ഇത് ഇക്വറ്റോറിയൽ സൈഡിലും ഇത് ആക്സിയൽ സൈഡിലും ആണ്. ശരിയല്ലേ? നോക്കിയേ. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ഇന്ററാക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓക്കെ ഇന്ററാക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഈ കാർബണിന്റെ ഒപ്പം നിൽക്കുന്ന കാർബൺ ഈ കാർബണും ആണ്. ശരിയല്ലേ? ഡൗൺ നോക്കിയേ. അല്ല, ആ കാർബൺസ് അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ CH3 ഗ്രൂപ്പ് ഈ രണ്ട് ഹൈഡ്രജൻസ് അവിടെ 1,3 ഡയാക്സിൽ ഇന്ററാക്ഷൻ ഉണ്ടാക്കും. ദാറ്റ് മീൻസ് CH3H-ഉം CH3H-ഉം. ഇത് ക്ലിയർ ആണോ? പിയിലെ പി. വാട്ട് അബൌട്ട് ക്യൂവിലെ ഈ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് കാർബണിന്റെ ഒപ്പം നിൽക്കുന്നത് ഈ രണ്ട് ഓക്സിജൻ ആറ്റംസ് ആണ് അല്ലേ? അവരെ കൊണ്ട് വലിയ ശല്യം ഉണ്ടോ? ആ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആക്സിയൽ പൊസിഷനിൽ വന്നതുകൊണ്ട് ആ കോമ്പൗണ്ടിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. കാര്യം അവിടെ ഓക്സിജൻ ആറ്റംസ് ആണ്. ഓക്സിജൻ ആറ്റത്തിന്റെ കയ്യിൽ ലോൺ പെയറേ ഉള്ളൂ. സോ അതൊരു തരത്തിലും ഇഷ്യൂ അവിടെ ഉണ്ടാക്കുന്നില്ല. പക്ഷെ മറ്റോടത്ത് വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ വളരെയധികം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഏതാ സ്റ്റേബിള്? ക്യൂ ആണ് സ്റ്റേബിൾ. ക്ലിയർ ആണോ? സിസിന്റെ കേസില് ക്യൂ ആണ് സ്റ്റേബിൾ. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ക്യൂ ആണ് സ്റ്റേബിൾ. അപ്പോ ഇവൻ ദിസ് വൺ ആൻഡ് ദിസ് വൺ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ സി കട്ട് ചെയ്യാം. എന്നാലും നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി എസ് ആണോ ആറാണോ എന്ന് അറിയണം. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുക. ഇവിടെ ഈ ഇക്വറ്റോറിയൽ ആണ്. സോ സേഫ് ആണ് അല്ലേ? ഇക്വറ്റോറിയൽ. ഇവിടെയോ ഇയാളെ ആക്സിയൽ വന്നു. അപ്പൊ നമുക്ക് നോക്കണം, ഇയാളുടെ ഒപ്പം നിൽക്കുന്നത് ഈ രണ്ടുപേരുണ്ട് ഇല്ലേ? അപ്പൊ എന്തായാലും അവിടത്തെ ഹൈഡ്രോജൻസ് പ്രശ്നം ഉണ്ടാക്കും. ദിസ് വൺ ആൻഡ് ദിസ് വൺ. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഓക്കെയാണ്, പക്ഷെ CH3 അവിടെ പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? CH3H. സോ ഏതാ സ്റ്റേബിള്? ഇതാണ് സ്റ്റേബിള്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? Next question. The most stable conformation of the following compound is. The most stable conformation of the following compound is. The most stable conformation of the following compound is. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ട് അവിടെ.
ബട്ട് ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പ് ഓൾവേസ് എന്തായിരിക്കണം? ഇക്വറ്റോറിയൽ ആയിരിക്കണം അല്ലേ? ഷുഡ് ബി ഓൾവേസ് എന്തായിരിക്കണം? ഇക്വറ്റോറിയൽ. സോ യു ഹാവ് ടു ഫിക്സ് ദിസ് ആസ് ഇക്വറ്റോറിയൽ. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ റിലേഷൻഷിപ്പ് നോക്കാനായിട്ട്. സോ 1 4 നമുക്ക് കാണാൻ പറ്റും. 1 കുറച്ച് എൻലാർജ് ചെയ്യാം. സോ നോക്കിയേ, 1 2 3 4 സിസിലാഗ് എടുക്കണേ. സോ ദിസ് വിൽ ബി ആക്സിയൽ. ഇത് ട്രാൻസ്ലാഗ് എടുക്കുന്നത്. സോ ദിസ് വിൽ ബി ആക്സിയൽ. അതായത് ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പ് ഇക്വറ്റോറിയലും ആ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് ആക്സിയലായിട്ട് കിടക്കണം. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. കാരണം ഇത് ആങ്കറിംഗ് ഗ്രൂപ്പ് ആണ്. സോ ഫിക്സ് ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പ് പൊസിഷൻ ഫസ്റ്റ്. എപ്പോഴും ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഫസ്റ്റ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഗ്രൂപ്പ് യു ഹാവ് ടു ഫിക്സ് അതർ ഗ്രൂപ്പ്സ് പൊസിഷൻ. ക്ലിയർ ആണോ? ഓക്കെ, next one. Configuration of the reactant and the product in the following reaction respectively. The configuration of the reactant and product in the following reaction respectively. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആൽക്കെയിൻ ഹാലോ ആൽക്കെയിൻ തന്നിട്ടുണ്ട്. ഈ ഹാലോ ആൽക്കെയിനിലോട്ട് CN- ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ CN- ബാക്ക് സൈഡ് കൂടെ അറ്റാക്ക് ചെയ്യും, എക്സിനെ കളയും, ആൻഡ് യു വിൽ ഗെറ്റ് RCN. സോ ദ റിയാക്ഷൻ ഈസ് SN2 അല്ലേ? റിയാക്ഷൻ ഈസ് SN2. അപ്പൊ ജസ്റ്റ് RS കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം റിയാക്റ്റന്റ് നോക്കാം. സോ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4. സോ 1 2 3 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് S ആണ്. ഫോർത്ത് പ്രയോറിറ്റി ഇവിടെ കിടക്കുന്ന വെർട്ടിക്കൽ ആണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട. അപ്പോ റിയാക്റ്റന്റ് S ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഓപ്ഷൻ A കട്ട് ചെയ്യാം, ഓപ്ഷൻ B കട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റ് ഈ SN2ന്റെ പ്രത്യേകത എന്താ? SN2 എന്ന് പറയുന്നത് 100% ഇൻവേഷൻ ആണ്. 100% ഇൻവേഷൻ ആണ്. ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ S കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ R എഴുതാൻ പറ്റുമോ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നവരെ? പറ്റുമോ? 100% ഇൻവേഷൻ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എഴുതരുത്. SR ആവും, RS ആവും എന്ന് എഴുതരുത്. അതല്ല ഉദ്ദേശിക്കുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഇൻവേഷൻ നടക്കും. ഈ RS എല്ലാം നമ്മൾ എന്താ ചെയ്യണത്? പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലെ? ഏത് ഉപയോഗിച്ചിട്ട്? CIP റൂൾസ് ഉപയോഗിച്ചിട്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾക്ക് ഇവിടെ S കിട്ടിയിട്ട് അത് R ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയാണോ? അങ്ങനെയല്ല, മനസ്സിൽ വെക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ കുട്ടികള്? നമുക്ക് റിയാക്ടന്റ് S കിട്ടി, അപ്പൊ പിന്നെ എന്തായാലും പ്രൊഡക്റ്റ് എന്തായിരിക്കും? R ആയിരിക്കും. സോ നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്? C എടുക്കാൻ സാധ്യതയുണ്ട്. C എടുക്കാം, C ആവാം, ആവാതിരിക്കാം, നമുക്ക് ഉറപ്പൊന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ റിയാക്ടന്റ് എടുക്കുക, റിയാക്ടന്റ് സ്ട്രക്ചർ എടുക്കുക. റിയാക്ടന്റ് സ്ട്രക്ചർ ഇതല്ലേ? അതായത് ഇവിടെ D ഉണ്ട്, ഇവിടെ Br ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഇവിടെ COOCH3 ഉണ്ട്. അപ്പോ CN- ബാക്ക് സൈഡ് കൂടെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഡിയുടെ സ്ഥാനത്ത് ആര് വരും? CN വരും, ഇവിടെ D വരും, ഇവിടെ H വരും, ഇവിടെ COOCH3 വരും. ഇതെല്ലാം പ്രൊഡക്റ്റ് വരാ അല്ലേ? ഇനി നമ്മൾ ആർ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. ദിസ് വിൽ ബി 1 ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ. അപ്പോ അതല്ല, ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4. സോ കോൺഫിഗറേഷൻ എന്താ വരാ? S. ഫോർത്ത് ഇവിടെ കിടക്കുന്ന വെർട്ടിക്കലിലാണ്. സോ അവർ ആൻസർ എന്താ വരാ? SS. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഓക്കെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്?
അതായത് ഒരു SN2 റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ SN2ന്റെ അപ്പൊ അവർ ചോദിച്ചിരിക്കുന്നത് ആബ്സൊല്യൂട്ട് കോൺഫിഗറേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ റെസ്പെക്റ്റീവ്ലി എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ റിയാക്ടന്റ് നമുക്ക് അവർ സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് അവിടെ കാണാം. അപ്പൊ നമുക്ക് RS ചെയ്യാം. അപ്പൊ നമുക്ക് S കിട്ടും. അപ്പൊ നമ്മൾ SN2 ആണ്, CN- അല്ലേ വരണേ. അപ്പൊ എന്തായാലും SN2 ആണ്. അപ്പൊ CN- വരുന്ന സമയത്ത് സെക്കൻഡറി ആൽക്കൈൽ, അത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡും ആണ്. SN2 വളരെ ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കരുതെന്ന്. ഈ 100% ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും RS അല്ല, SR അല്ല. ക്ലിയർ ആണോ? മനസ്സിൽ വെക്കണം. കാരണം RS ഒക്കെ നമ്മൾ പറയേണ്ടത് പ്രയോറിറ്റിയുടെ ബേസിസിലാണ്. വരുന്ന ന്യൂക്ലിയോഫൈലിന്റെ പ്രയോറിറ്റി മാറിക്കഴിഞ്ഞ് മാറും. മനസ്സിലായോ? വരുന്ന ന്യൂക്ലിയോഫൈലിന്റെ പ്രയോറിറ്റി ഇപ്പോ ഇവിടെ വരുന്ന ന്യൂക്ലിയോഫൈല് BR- ആണെന്ന് വിചാരിക്കുക. ഇവിടെ വരുന്ന ന്യൂക്ലിയോഫൈല് BR- ആണെന്ന് വിചാരിക്കുക. സോറി, BR- അല്ല, I- ആണെന്ന് വിചാരിക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ അവര് നമുക്ക് സോഡിയം അയോഡൈഡ് തന്നു. സോഡിയം അയോഡൈഡ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ സ്ഥലത്ത് സൈനൈഡിന്റെ സ്ഥാനത്ത് ഇപ്പൊ ആരാ വരാ? I വന്നു അല്ലേ? ഇവിടെ ഡ്യൂട്ടീരിയം, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ COOCH3. ഇനി നിങ്ങൾ പ്രയോറിറ്റി നോക്കിയേ, എന്താ കിട്ടുന്നത്? ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4. 1, 2, 3 ഓറിയന്റേഷൻ ആണ്. കണ്ടോ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ? SR ആയിരിക്കും. അതായത് റിയാക്ടന്റ് എസും പ്രൊഡക്റ്റ് ആറും. ഇപ്പോ നമ്മൾ ഈ പറയുമ്പോൾ എന്താ പറയണ 100% ഇൻവേഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുമ്പോണ്ടല്ലോ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ മിക്കവാറും ഈ അങ്ങനത്തെ എക്സാമ്പിൾസുകളായിരിക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരും, അതായത് SR ആണ്, RS ആണെന്നുള്ളത്. എപ്പോഴും അങ്ങനെ, അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. കാരണം ന്യൂക്ലിയോ ഫൈൽ അനുസരിച്ച് മാറാം. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, ശ്രദ്ധിക്കണം. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. The result of the reduction of either R or S2-methyl cyclohexanone in separate reactions using lithium aluminum hydride is that the reduction of dash. Reduction of. ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര തോന്നും, പക്ഷെ ഒന്നുമില്ല ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കുക, അതായത് എന്താ പറഞ്ഞിരിക്കണം? ഒരു 2-methyl cyclohexanone. അപ്പൊ ആദ്യം ആളെ വരയ്ക്കുക. 2-methyl cyclohexanone. 2-methyl cyclohexanone. ഓക്കെ. അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യണേ? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇനി അവരെന്താ പറയണേ? ഇതൊരു കൈരാൽ കാർബണാറ്റ് ആണ്. അതായത് ഒരു ഫോം ആറും ഒരു ഫോം എസും, അങ്ങനെ രണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഐദർ R or S എന്ന് പറഞ്ഞിരിക്കണം. ഒന്നെങ്കിൽ R അല്ലെങ്കിൽ S വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച റിയാക്ഷൻ അല്ലേ? എന്താ സംഭവിക്കുക? എന്ത് റിയാക്ഷൻ ആണത്? ഞാൻ പറഞ്ഞിരുന്നില്ലേ? നമ്മൾ ഇന്ന് ചെയ്തില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതല്ലേ? എന്ത് സിന്തസിസാ? ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് സിന്തസിസ്. ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് സിന്തസിസ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത എന്താ? വൺ പ്രൊഡക്റ്റ് വിൽ ബി മേജർ അല്ലേ? വൺ പ്രൊഡക്റ്റ് വിൽ ബി മേജർ. ഏത് റൂൾ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചേ? ക്രാംസ് റൂൾ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും പ്രൊഡക്റ്റ്? ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ആൻസർ? ഇതിൽ ആൻസർ ഒന്നും കണ്ടുപിടിക്കണ്ട. ജസ്റ്റ് ഒരു നമുക്ക് അതിലെ ഓപ്ഷൻ ഇത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. R എനാൻഷ്യോമർ മാത്രമാണോ സ്റ്റീരിയോ സെലക്റ്റീവ്? R എനാൻഷ്യോമർ സ്റ്റീരിയോ സ്പെസിഫിക് ആണോ? S എനാൻഷ്യോമർ സ്റ്റീരിയോ സ്പെസിഫിക് ആണോ? ബോത്ത് R ആൻഡ് S എനാൻഷ്യോമർ സ്റ്റീരിയോ സെലക്റ്റീവ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, അതിന്റെ ഓപ്ഷൻസ്. നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ഏതെടുക്കാൻ പറ്റുന്നത്? R ആണെങ്കിലും S ആണെങ്കിലും R തരുന്ന പ്രൊഡക്റ്റ് അല്ല S തരുന്നത്. R നമുക്കൊരു അല്ലേ? അങ്ങനെയല്ലേ വരുള്ളൂ അല്ലേ? R തരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല S തരുന്നത്. കാരണം അറ്റാക്ക് വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ വരുമ്പോ രണ്ടുപേരും സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻസ് എന്ന ഓപ്ഷൻ എടുക്കേണ്ടി വരില്ലേ?
അല്ലേ? ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് സിന്തസിസ്. ക്ലിയർ അല്ലേ? ബോത്ത് R and S enantiomer will be stereo selective. ഓക്കെ ആണോ? ആറിന്റെ മേജർ പ്രൊഡക്റ്റ് ആയിരിക്കില്ല എസിന്റെ മേജർ പ്രൊഡക്റ്റ്. ആറില് ന്യൂക്ലിയോഫൈല് സ്മോൾ സൈഡിൽ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എസിൽ ന്യൂക്ലിയോഫൈൽ ചിലപ്പോൾ മീഡിയം സൈഡിൽ കൂടെ വന്നിട്ടായിരിക്കും, ചിലപ്പോഴല്ല മീഡിയം സൈഡിൽ കൂടെ വന്നിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പൊ രണ്ടും സ്റ്റീരിയോ സെലക്റ്റീവ് ആണ്, രണ്ടും നമുക്ക് മേജർ പ്രൊഡക്റ്റ് തരുന്നുണ്ട്. ശരിയല്ലേ? അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ അതിന്റെ അകത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലോട്ട് പോട്ടെ. Okay, next question. Match the entries A to D with their corresponding structures. HS. ഇത് ശരിക്കും സ്റ്റീരിയോ, ജസ്റ്റ് ഒരു ജനറൽ നോളജ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണും, ഈസി അല്ലേ? നിങ്ങൾ നോക്കിയേ എന്താണ് ഇത്. എസ് എന്ന് പറയുന്നത് ബ്രിഡ്ജ്ഡ് സിസ്റ്റം ആണ്, ഇത് ബൈഫിനൈൽ സിസ്റ്റം ആണ്. ബൈഫിനൈൽ സിസ്റ്റം പറഞ്ഞിട്ടില്ല, അപ്പോ അട്രോപൈസോമറിക് സിസ്റ്റം ആണ്. ഇത് ഫ്യൂസ്ഡ് സിസ്റ്റം ആണ്, ഇത് സ്പൈറോ സിസ്റ്റം ആണ്, അല്ലേ? ഓപ്ഷൻ ഡി. ശരിയല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്? ഓക്കെ, അടുത്ത ചോദ്യം. നമ്മളിന്ന് ഫസ്റ്റ് ചെയ്ത ചോദ്യമാണ്, ഒന്നുകൂടി ചെയ്യാം. ഡി ഗ്ലിസറാൾഡിഹൈഡിലോട്ട് HCN ആഡ് ചെയ്തിരിക്കുകയാണ്. So what will be the product? Xന്റെയും Yന്റെയും. അപ്പൊ ഇതില് ഇയാളുടെ കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. 1 2 3 4 1 2 3. കോൺഫിഗറേഷൻ ഈസ് എസ്. ഫോർത്ത് പ്രയോറിറ്റി ഹൊറിസോണ്ടൽ ആണ്, അപ്പൊ 6 അല്ലേ? 6. യെസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കണം. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കില്ല. HOH CH2OH. പക്ഷെ ഈ കാർബണില് എന്താ CHO ഗ്രൂപ്പ് ആയിരുന്നത്, C ഡബിൾ ബോണ്ടോ CHO ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ ഈ ഗ്രൂപ്പ് CN1 അറ്റാക്ക് ചെയ്യും. CN1 അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല്
ഇപ്പൊ CnOH എന്ന് വിചാരിക്കുക സപ്പോസ്. CH2OH ഇവിടെ മാറ്റൊന്നും ഉണ്ടാവില്ല, ഇവൻ തിരിയാം. ഇതല്ല നമ്മൾ നേരത്തെ കണ്ടത് അല്ലേ? പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? ഇപ്പൊ ഇതില് നമുക്ക് നമ്പർ ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ നമുക്ക് ശരിക്കും എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് CN അല്ലേ, CHOH CH2OH ഓക്കെ അല്ലേ? നമ്മൾ നമ്പർ ഇട്ട് കഴിയുമ്പോൾ 1 2 3 4. അപ്പൊ അവര് ഈ കാർബണിന്റെയും സ്റ്റീരിയോ കെമിസ്ട്രി ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ മൂന്നാമത്തെ കാർബണിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് എന്താ കിട്ടിയത്? 6 അല്ല കിട്ടിയത് അല്ലേ? അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പൊ 3 എന്ന് പറയുന്നത് 6 ആണ്. 3 ഈസ് R. അപ്പോ C കട്ട് ചെയ്യാം, B കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ നോക്കിയേ, ഇയാൾ എന്താവാനാ സാധ്യത? ഒരു കോമ്പൗണ്ട് 2 പ്രൊഡക്റ്റുകളെ കിട്ടുക. ഇത് ചെയ്യണ്ടല്ലോ, ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവര് മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം S വരും അല്ലെ, ഒരെണ്ണം എന്ത് വരും? R വരും. അപ്പൊ SR-ഉം RR-ഉം. സോ ആൻസർ ഏതാ വരാ? ഓപ്ഷൻ എ. ചെയ്യണോ? ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കാരണം അവര് നമുക്ക് മേജർ പ്രൊഡക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ അവര് ചോദിച്ചിരിക്കുന്നത് എന്താ? 2 പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, എക്സും വൈയും. അത് രണ്ടും ഡയാസ്റ്റീരിയോമേഴ്സ് ആണ്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒന്ന് മേജർ ഒന്ന് മൈനർ ആണെന്ന് നമുക്കറിയാം. അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരെണ്ണം S വരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേത് എന്തായിരിക്കും? R ആയിരിക്കും. സോ ആൻസർ ഏതായിരിക്കും വരെ? ഓപ്ഷൻ എ. പോരെ? ചെയ്ത് സമയം കളയരുത്. ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ചു വായിച്ചോളൂ കേട്ടോ. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട പോലും വരത്തില്ലേ. ഇപ്പൊ നിങ്ങൾ ഇന്ന് ആലോചിച്ചു, നിങ്ങൾ ഇത് ചെയ്തിട്ട് അത്രയും സമയം കളഞ്ഞിട്ട് പോലും നമുക്ക് കിട്ടുന്ന ഉത്തരം തന്നെയല്ലേ? കാരണം അവർ മേജർ പ്രൊഡക്റ്റ് പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കണം, അതല്ലെങ്കിൽ വേണ്ട. ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്തേ, കാരണം എനിക്ക് ഇവിടെ എക്സും വൈയും ചോദിച്ചിട്ടുണ്ട്, അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ചോദിച്ചു. ശരിക്കും പറഞ്ഞ R&S ചോദിച്ചിരിക്കുന്നത്, ഒന്ന് വളഞ്ഞു പിടിച്ച് ചോദിച്ചു എന്നുള്ളൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the compound, the stereochemical notations are. For the compound, the stereochemical notations are. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്, നിങ്ങൾ ആൻസർ പറയാം. For the compound, the stereochemical notations are. ചെക്ക് ചെയ്യാം, നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. R-ഉം S-ഉം കണ്ടുപിടിക്കണം, ES കണ്ടുപിടിക്കണം. So this will be 1. Okay, D പറഞ്ഞിട്ടുണ്ട്. This will be 1, this will be 2, this will be 3. 1 2 3 configuration is R. ഫോർത്ത് ടോപ്പിലാണ്. So this will be S. ഇവിടുത്തെ കേസിൽ
ഡബിൾ ബോണ്ട്. അപ്പൊ ഇത് 1, ഇത് 2, ഇത് 1, ഇത് 2. അപ്പൊ ഇത് ഇ. നമ്പർ ചെയ്യണം. ഇപ്പൊ നമ്പർ ചെയ്യണ സമയത്ത് 2 ഇയും 4 എസും. സോ ആൻസർ വിൽ ബി ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Absolute configuration of the compounds X and Y respectively are. Absolute configuration of the compound X and Y respectively are. Absolute configuration of the compound X and Y respectively are. നമ്മൾ എന്താ ചെയ്യണ്ടേ? കൈറാൽ ആക്സിസ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ആരോ ഇടുന്നു, ഇവിടെ ഇങ്ങോട്ട് ആരോ ഇടുന്നു. നമ്മൾ എന്താ ചെയ്യാ? നമ്പർ ചെയ്യും. ആദ്യം ഇവിടെ 1 കൊടുക്കും, ഇവിടെ 2 കൊടുക്കും, ഇവിടെ 3 കൊടുക്കും, ഇവിടെ 4 കൊടുക്കും. 1, 2ന്റെ ഓറിയന്റേഷൻ നോക്കും. 1, 2ന്റെ ഓറിയന്റേഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്, എസ് ആണ്. 4th ടോപ്പിലാണ്, 6 ആയിരിക്കും. ഇവിടെയോ? ഇവിടെ 1 കൊടുക്കും, ഇവിടെ 2 കൊടുക്കും, ഇവിടെ 3 കൊടുക്കും, ഇവിടെ 4 കൊടുക്കും. 1, 2 6 ആണ്. 4th കിടക്കുന്നത് ടോപ്പിലാണ്. അപ്പൊ എസ്. 1 എസും 1 6ഉം. ആൻസർ ഈസ് ഓപ്ഷൻ ബി. കൈറാൽ ആക്സിസ് നമ്മൾ ചെയ്തതല്ലേ? കൈറാൽ ആക്സിസ് ഏറ്റവും സിമ്പിൾ ആണ്. കൈറാൽ ആക്സിസ് വന്നു കഴിഞ്ഞു. അടുത്ത ചോദ്യം, among the following a pair of resolvable configurational enantiomers is given by. ഇതിൽ ഏതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്നുള്ളതാണ് ചോദ്യം. It is optically active. Cis-1,2-dimethyl cyclohexane, പിന്നെ ഏതാ? Cis-1,3-dimethyl cyclohexane, Cis-1,4-dimethyl cyclohexane. 1,4 ഒന്നും അല്ല. പിന്നെ ഏതാ? Trans-1,3-dimethyl cyclohexane. ഡി അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. Number of possible stereoisomers for the following compounds. ഈ കോമ്പൗണ്ട് എത്ര സ്റ്റീരിയോഐസോമേഴ്സ് കാണിക്കും? Number of possible stereoisomers for the following compound. Number of possible stereoisomers for the following compound. 6, 3, 4, 2. എത്ര പോസിബിൾ സ്റ്റീരിയോഐസോമേഴ്സ് കാണിക്കും? പോസിബിൾ സ്റ്റീരിയോ isomers. Number of possible stereoisomers. അപ്പൊ നമ്മൾ എന്താ നോക്കണ്ടേ? ജോമെട്രിക്കല് ഐസോമറിസ് ഉണ്ടോ എന്ന് നോക്കണം, ഒപ്റ്റിക്കൽ ഐസോമറിസ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ ജോമെട്രിക്കൽ ഐസോമറിസ് ഇല്ല, ഒപ്റ്റിക്കൽ ഐസോമറിസ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഐസോമറിസം കൈറാൽ കാർബൺ, കൈറാൽ ആക്സിസ്, കൈറാൽ പ്ലെയിൻ ആൻഡ് ഹെലിസിറ്റി. അപ്പൊ ഇതിൽ ഏത് ക്രൈറ്റീരിയ ആണ് നോക്കുക. ആൻസിമെട്രിക്കൽ മോളിക്യൂൾ ആയതുകൊണ്ട് 2n ആയിരിക്കും ഫോർമുല. അപ്പോ അതില് കൈറാൽ കാർബൺ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു കൈറാൽ കാർബൺ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അതൊരു ബൈഫിനൈൽ സിസ്റ്റം ആണ്. അപ്പൊ ഇവിടെ 1, 2. അപ്പൊ എന്നിന്റെ വാല്യൂ 2 അല്ലേ? എന്നിന്റെ വാല്യൂ 2 അല്ലേ?
ഒരു കൈരാൽ കാർബണും ഉണ്ട്, പിന്നെ ഒരു ബൈഫിനൈൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ N1 അല്ലേ 2 ആണ്. അപ്പൊ എന്താ ഫോർമുല വരാം? 2^2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലേ. ഒരു കൈരാൽ കാർബണും ഉണ്ട്, പിന്നെ ഒരു കൈരാൽ ആക്സിസും ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. Correct order of stability for the following conformations of cyclohexane. The correct order of stability for the following conformations of cyclohexane. ഞാൻ പറഞ്ഞേ ഏതൊക്കെ ഫോം ആണ് തന്നിരിക്കണേ? ബോട്ട് ഫോം ഉണ്ട്, ചെയർ ഫോം ഉണ്ട്, ട്വിസ്റ്റ് ബോട്ട് ഫോം ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഞാൻ പറഞ്ഞേ ഏറ്റവും സ്റ്റേബിൾ 1, പിന്നെ 3, പിന്നെ 2 അല്ലേ? ട്വിസ്റ്റ് ബോട്ട് ഫോം ആണ് ഏറ്റവും സ്റ്റേബിൾ. ഓക്കെ, അടുത്ത ചോദ്യം. The number of possible stereoisomers obtained in the following reaction is. Number of possible stereoisomers obtained in the following reaction is 8, 6, 4, 2. The number of possible stereoisomers obtained in the following reaction is. So in the reaction, ആദ്യം ഓസോണോളിസിസ് നടന്നിരിക്കുകയാണ് അല്ലേ? ഓസോണോളിസിസ് നടന്നിരിക്കുകയാണ്. അപ്പോ ആന്ത്രസീൻ ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും? ആന്ത്രസീൻ ഓസോണോളിസിസ് നടക്കുമ്പോൾ അവൻ സെൻട്രൽ റിങ് അല്ലേ, സെൻട്രൽ റിങ്ങിനെ റിയാക്ട് ചെയ്യാൻ വിടും. ശരിയല്ലേ? സോറി, ഇത് ഫിനാന്ത്രീൻ ആണ്. ഓക്കെ, എന്നാലും സെൻട്രൽ റിങ്ങിനെ റിയാക്ട് ചെയ്യാൻ വിടും. കാര്യം ബാക്കി 2 റിങ്ങിന് അരോമാറ്റിസിറ്റി കിട്ടും. അപ്പൊ എന്താ ഈ ഓസോണോളിസിസ് എന്ന് പറഞ്ഞ എന്താ റിയാക്ഷൻ? ഓസോണോളിസിസ് എന്ന് പറഞ്ഞ ഒരു ആൽക്കീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ആൽക്കീനിലോട്ട് നമ്മൾ O3 ആഡ് ചെയ്തു, എന്നിട്ട് സിങ്ക് വെച്ചിട്ട് പൊട്ടിച്ചു. സിങ്ക് വാട്ടർ വെച്ചിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ആൽക്കീൻ്റെ അവിടെ അല്ലേ, ഇത് കാർബോണിലായിട്ട് മാറും, ഇതും കാർബോണിലായിട്ട് മാറും. ഇതെല്ലാം നടക്കുന്നേ ഓസോണോളിസിസിലെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഡബിൾ ബോണ്ട് ഉള്ളത് അല്ലേ? അപ്പൊ ഈ ഡബിൾ ബോണ്ട് പൊട്ടില്ലേ, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. നോക്കിയേ, ബ്രേക്ക് ആയി. എന്നിട്ട് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് ഒരു കാർബോണിൽ കിട്ടും, ഇവിടെ നിങ്ങൾക്ക് ഒരു കാർബോണിൽ കിട്ടും. ഇത് ക്ലിയർ അല്ലേ? നോക്കിയേ, അല്ല ഓസോണോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ ആണ്. ഡബിൾ ബോണ്ട് അത് മെക്കാനിസം പറയുമ്പോൾ ഓസോണൈഡ് ഫോം ചെയ്യും, അങ്ങനെയാണ് വരണത് അല്ലേ? പോട്ടെ, ജസ്റ്റ് നിങ്ങൾക്ക് ആ ഡബിൾ ബോണ്ട് മാച്ച് കളഞ്ഞിട്ട് അവിടെ 2 ഓക്സിജൻ കൊടുത്താൽ മതി, ഉത്തരം കിട്ടും. അതാണ് ഓസോണോളിസിസ്. സെൻട്രൽ റിംഗ് റിയാക്ട്, ഈ ഡബിൾ ബോണ്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ കാരണം മനസ്സിലായല്ലോ. മറ്റേ 2 റിങ്ങിന് അരോമാറ്റിസിറ്റി കിട്ടും, അതുകൊണ്ട് നടുവിലത്തെ റിങ്ങിനെ പൊട്ടിക്കും. എന്താണ് ചെയ്യുക? ക്ലിയർ ആണോ? ഇനി എന്താ സംഭവിക്കണേ? ഗ്രിഗനാർഡ് റിയേജന്റ് ആഡ് ചെയ്തു. എന്താ ഗ്രിഗനാർഡ് ചെയ്യുക? എക്സസ് ആണ്. എക്സസ് ഗ്രിഗനാർഡ് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സസ് ഗ്രിഗനാർഡ് ആഡ് ചെയ്യുമ്പോൾ CO ഗ്രൂപ്പായിട്ട് റിയാക്ട് ചെയ്യും. ശരിയല്ലേ? CO ഗ്രൂപ്പായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ OH വരും, PH വരും, OH വരും, PH വരും. അപ്പൊ ഇവിടെ OH, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ OH എന്ന് വിചാരിക്കേ.
അല്ലേ? ഇതല്ലേ കിട്ടുക. കഴിഞ്ഞു. ഇതാണ് പ്രൊഡക്റ്റ്. ഇനി ഇതിന്റെ ടോട്ടൽ എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. എന്താ ഫോർമുല? 2n. എന്നെ കണ്ടുപിടിച്ചേ. എന്നെ എത്രയുണ്ട്? എന്താ ഓപ്ഷൻ? എന്നെ എത്രയുണ്ട്? ജോമെട്രിക്കല് തരില്ല, ഒപ്റ്റിക്കല് മാത്രമേ തരുള്ളൂ. കൈരാൽ കാർബൺ നോക്കുക, കൈരാൽ ആക്സിസ് നോക്കുക. കൈരാൽ പ്ലൈനും എലിസിറ്റി നിങ്ങൾക്ക് അറിയാലോ ഏതാ വരാന്ന്. അപ്പൊ എന്തായാലും കൈരാൽ കാർബണും കൈരാൽ ആക്സിസ് ഉണ്ടോ നോക്കുക, എന്നെ നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം എഴുതുക. എന്നെ എത്രയാ? N3 അല്ലേ? ഒരു കൈരാൽ ആക്സിസും 2 കൈരാൽ കാർബണും. ആൻസർ ഈസ് ഓപ്ഷൻ എ. ശരിയല്ലേ? ഒരു ബൈഫിനൈൽ സിസ്റ്റം ഉണ്ട്, പിന്നെ 2 കൈരാൽ കാർബണാറ്റും ഉണ്ട്. അപ്പൊ N ഈസ് ഈക്വൽ ടു 3, 2^3, 8. ഓക്കെ ആണോ? 8. അടുത്ത ചോദ്യം. Next question. Absolute configuration of C2 and C3 in the following compound is? Absolute configuration of C2 and C3 in the following compound is? Just RS ചെയ്താ പോരെ? നമ്പർ അവര് നമ്പർ അടക്കം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 1, 2, 3, 4 എന്നിട്ടിട്ട്. ഒന്ന് ചെയ്ത വേഗം. RS C2 and C3. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ബ്രോമിൻ വരുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ബ്രോമിനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ RS കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, വളരെയധികം ശ്രദ്ധിക്കണേ. ഉത്തരം കിട്ടിയാൽ പറഞ്ഞോളൂ, ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാം. ഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ഫസ്റ്റ് ബ്രോമിൻ, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെ, 1, 2, 3 കോൺഫിഗറേഷൻ എസ്, ഫോർത്ത് ടോപ്പിലാണ്. അപ്പൊ ഇത് 6 ആയിരിക്കും. ദെൻ ഇവിടെ ഇപ്പുറത്തെ കേസിൽ ഫസ്റ്റ് ഓക്സിജൻ, സെക്കൻഡ് ഇവിടെ വരും, തേർഡ് ഇവിടെ വരും. സോ 1, 2, 3 6, ഫോർത്ത് ബോട്ടത്തിലാണ്. അപ്പോൾ 6 ആയിരിക്കും. സോ ആൻസർ വിൽ ബി 2R and 3R. കിട്ടിയ എല്ലാവർക്കും? R and 3R. Next question. The overall ഇത് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ വരുന്ന ചോദ്യമല്ല, എന്നാലും കുഴപ്പമില്ല, കിടക്കട്ടെ. ഓവറോൾ ഈൽഡ് ഇൻ പെർസെൻറ്റേജ് ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ്. ഗേറ്റ് ആയതുകൊണ്ടാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, കുഴപ്പമില്ല, പോട്ടെ. ഓവറോൾ ഈൽഡ് ഇൻ പെർസെൻറ്റേജ് ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ്. ആക്ച്വലി ഇതൊക്കെ നമ്മൾ +1, +2 പഠിക്കുന്ന ചോദ്യങ്ങളാണ്, ഈൽഡ് കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അതായത് 100% ഉണ്ടായിരുന്ന ഒരു സബ്സ്ട്രേറ്റിൽ ആദ്യത്തെ റിയാക്ഷൻ 90%ആണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് 1. ഇത് സ്റ്റെപ്പ് 1 ആണ്, ഇത് സ്റ്റെപ്പ് 2 ആണ്, ഇത് സ്റ്റെപ്പ് 3 ആണ്. അപ്പൊ സ്റ്റെപ്പ് 1 നമുക്ക് 90% ഉണ്ട്. സ്റ്റെപ്പ് 2 ആയപ്പോ 80% ആണ്. അപ്പൊ 90%ന്റെ 80%. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 90 × 80/100 അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 72%. അസറ്റോഫിനോൺ നമുക്ക് എത്ര കിട്ടുക? 72%. പിന്നെ നമുക്ക് 80% ആണുള്ളത്. അപ്പൊ 72ന്റെ 80%. അപ്പൊ 2 ഇതിൽ 4 പ്രാവശ്യം, 2 ഇതിൽ 5 പ്രാവശ്യം, 72 × 4
എത്ര വരെ? 4 into 2 8, 74 288, 288 by 5. അപ്പോൾ 5 ഇതിൽ 5 പ്രാവശ്യം, അപ്പോൾ 25, ബാക്കി 3 8, 7 into 5, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 57%. അത്രയാണെങ്കിൽ അത് ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ചോദ്യം 1. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിംഗ് ഫ്ലിപ്പിംഗ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഗീവ്സ്. ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അത് റിംഗ് ഫ്ലിപ്പ് ചെയ്തു, എന്താ കിട്ടുക? റിംഗ് ഫ്ലിപ്പിംഗ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ലീഡ്സ്. ഓപ്ഷൻസ് കാണാം. അപ്പൊ ഈ കോമ്പൗണ്ടിനെ ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്തേട്ടോ അവര്, ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്ത്. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഇവരുടെ ഓറിയന്റേഷൻ നോക്കണം. ഇത് ഇക്വറ്റോറിയലാണ്, ഇത് ആക്സിയലാണ്, ഇത് ആക്സിയലാണ്. സോ ആഫ്റ്റർ ഫ്ലിപ്പിംഗ് എന്താ സംഭവിക്കുന്നത്? നേരെ തിരിയില്ലേ? അല്ലേ? ബ്രോമിനെ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അടിയിൽ പച്ച കൊണ്ട് എഴുതാം. ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇയാൾ ആക്സിയയിലോട്ട് പോകും, ഇയാൾ ഇക്വറ്റോറിയയിലോട്ട് പോകും, ഇയാൾ ഇക്വറ്റോറിയയിലോട്ട് പോകും. അപ്പൊ നമ്മൾ നോക്കിയേ ഏത് ഓപ്ഷൻ എടുക്കേണ്ടി വരും? ഓപ്ഷൻ ബി നോക്കിയേ, ഓപ്ഷൻ ബി അല്ലേ? ആക്സിയൽ, ഇക്വറ്റോറിയൽ, ഇക്വറ്റോറിയൽ. ഇവിടെ നിങ്ങൾ ഓപ്ഷൻ എ നോക്കി, നിങ്ങൾ ഓപ്ഷൻ എയില് ആക്സിയൽ, ഇക്വറ്റോറിയൽ, ഇക്വറ്റോറിയൽ തന്നെയാണ്. പക്ഷെ അവിടെ സൈക്ലോഹെക്സൈൻ ഫ്ലിപ്പ് ചെയ്ത് എന്താ സംഭവിക്കുക? അതും കൂടി നമ്മൾ നോക്കണ്ടേ? ഇങ്ങനെയാവില്ലേ? അതായത് അപ്വേർഡ് കാർബൺസ് എല്ലാം ഡൗൺവേർഡും, ഡൗൺവേർഡ് കാർബൺസ് എല്ലാം അപ്വേർഡും ആവും. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം അവിടെ സൈക്ലോഹെക്സൈൻ അവർ ഫ്ലിപ്പ് ചെയ്യിപ്പിച്ചിട്ടില്ല അല്ലേ? ഓപ്ഷൻ ഡി നമുക്ക് എടുക്കാൻ പറ്റില്ല. ദെൻ യു ഹാവ് ടു ടേക്ക് ബി ഓർ സി. അതിൽ നിങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, സൈക്ലോഹെക്സൈനും ഫ്ലിപ്പ് ആവുമല്ലോ അല്ലേ? അപ്വേർഡ് കാർബൺസ് ഡൗൺവേർഡ് ആവും, ഡൗൺവേർഡ് കാർബൺസ് എല്ലാം അപ്വേർഡ് ആവും. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയേ, ഇത് ഡൗൺവേർഡ് ആണ്, ഇത് ഡൗൺവേർഡ് ആണ്, ഇത് ഡൗൺവേർഡ് ആണ്. ഇവരെല്ലാം അപ്വേർഡ് ആയിട്ടുണ്ടാവും. വേണ്ട, അപ്വേർഡ്, പിന്നെ ഇത് അപ്വേർഡ്, അപ്വേർഡ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചാൽ മതി. യെസ്, സിമ്പിൾ ചോദ്യമാണ് അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോമ്പൗണ്ട് ഇൻ ആർ കോൺഫിഗറേഷൻ. കോമ്പൗണ്ട് ഇൻ ആർ കോൺഫിഗറേഷൻ. ഇതിൽ ഏതാണ് ആർ കോൺഫിഗറേഷൻ? ഒന്ന് ചെയ്യോ തന്നെ? ആർ ഏതാണ്? ഓപ്ഷൻ സി ചെയ്യണ്ട, ഓപ്ഷൻ ബി ചെയ്യണ്ട, വേണ്ടല്ലോ, കാരണം അത് കൈരാലല്ലോ. ഓപ്ഷൻ എയോ ഓപ്ഷൻ ഡിയോ ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും ഉത്തരം. അല്ല, അത് കിട്ടുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. കിട്ടിയോ? എല്ലാവർക്കും ഓപ്ഷൻ എ കിട്ടിയോ? ഓപ്ഷൻ എ.
ഇങ്ങോട്ട് വരും. സോ ദിസ് വിൽ ബി 1, this will be 2, this will be 3, this will be 4. 1 2 ന്റെ ഓറിയന്റേഷൻ എസ്, ഫോർത്ത് ടോപ്പിലാണ്. സോ ദാറ്റ് വിൽ ബി ആർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Enantiomeric pair among the following is. Enantiomeric pair among the following is. Enantiomeric pair among the following is. ചെക്ക് ചെയ്ത്. എന്തായി ആദ്യത്തെ കേസിൽ അവരെന്താ കൊടുത്തിരിക്കുന്നത്? 1-4 പൊസിഷനിലാണ്. ഒരു ഗ്രൂപ്പ് ടോപ്പിലും ഒരു ഗ്രൂപ്പ് ബോട്ടത്തിലും. ദാറ്റ് മീൻസ് അവർ എനാൻഷോമർ ആവില്ല. എനാൻഷോമർ ആവില്ലല്ലോ. ഉത്തരം പറഞ്ഞോ നിങ്ങൾ? ഓക്കെ, എ എനാൻഷോമർ ആവില്ലല്ലോ. കാരണം എന്താ? മീസോ അല്ലേ? മീസോ അല്ല, അസിമെട്രിക് കാർബണാറ്റോ ഇല്ല. അപ്പോൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, കൈറാലാണ്. മീസോ അല്ലല്ലോ. മീസോ ആവണമെങ്കിൽ എന്ത് വേണം? കൈറാൽ കാർബണാറ്റം വേണം. അപ്പൊ കൈറാലിൽ മീസോ അല്ല, പക്ഷെ സിമെട്രി ഉണ്ട്, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. സോ എ എടുക്കാൻ പറ്റില്ലല്ലോ. എ എടുക്കാൻ പറ്റില്ല. ബി നോക്ക്, ഇതേപോലെ ബി വരച്ചു നോക്കിയേ. ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടുമാണ്. അപ്പൊ നമുക്ക് കിട്ടണത് 1 2 3 4 1 2 3 ഓറിയന്റേഷൻ 6, ഫോർത്ത് ടോപ്പിലാണ് എസ്. ഇവിടെ 1 2 3 4 1 2 3 ഓറിയന്റേഷൻ എസ്, ഫോർത്ത് കിടക്കുന്നത് പോട്ടത്തെ. അപ്പൊ എസ് എസ് രണ്ട് സെയിം ആണ് അല്ലേ? സെയിം ആണ്. സിയോ, സിയുടെ അവസ്ഥ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോ 1 2 3 4 1 2 3 ഓറിയന്റേഷൻ 6, ഫോർത്ത് ഓക്കെയാണ്. ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ? അപ്പൊ ഇത് 1 2 3 4 1 2 3 ഓറിയന്റേഷൻ 6, ഫോർത്ത് ടോപ്പില്. സോറി, നെറ്റ് തെറ്റിപ്പോയി. ഇത് 3 ആണ്, ഇത് 4 ആണ്. അപ്പൊ 6 തന്നെ അല്ലേ? 6. അപ്പൊ എനിക്ക് തോന്നുന്നത് ആൻസർ ടി ആയിരിക്കണം.
അല്ലേ? ആൻസർ ഡി അല്ലേ കിട്ടിയേ? എ അല്ല, ബിയും അല്ല, സിയും അല്ല. ആൻസർ വിൽ ബി ഡി. ആൻസർ വിൽ ബി ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ അവര് മേജർ പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ മേജർ പ്രൊഡക്റ്റ് ഏതാണ് മേജർ പ്രൊഡക്റ്റ്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂക്ലിയോഫൈൽ ആണത്. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 SI ന്യൂക്ലിയോഫൈൽ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ന്യൂക്ലിയോഫൈൽ. ആ ന്യൂക്ലിയോഫൈല് TiCl4ന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇതിപ്പോ സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ C ഡബിൾ ബോണ്ടോ H, ദെൻ PH, ദെൻ CH. ഇത് ഏത് മോഡലാ? ഇത് ഏത് ഫോമാ? ബൈസെക്റ്റിംഗ് ആണോ എക്ലിപ്സ്ഡ് ആണോ? അത് ആദ്യം പറഞ്ഞേ. ബൈസെക്റ്റിംഗ് ആണ്. ബൈസെക്റ്റിംഗ് ബൈസെക്റ്റിംഗ് ഫോം. PHും CO ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കണം. ഓക്കെ, ഇപ്പൊ ഇതില് ഹൈഡ്രജൻ ഉണ്ട്. സോ ന്യൂക്ലിയോഫൈല് ബൈസെക്റ്റിംഗ് ഫോമില് ന്യൂക്ലിയോഫൈൽ അപ്രോച്ചസ് ഫ്രം സ്മോളർ സൈഡ് അല്ലേ? ദാറ്റ് ഈസ് ഫ്രം ഹൈഡ്രജൻ, അതായത് ബോട്ടം ഫേസ് അറ്റാക്ക്. ഓക്കെ, അതായത് ന്യൂക്ലിയോഫൈല് ബോട്ടം ഫേസ് കൂടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ OH ഏത് ഫേസിൽ വന്ന് കിടക്കും? ടോപ്പ് ഫേസിൽ വന്ന് കിടക്കും അല്ലേ? OH എവിടെ വന്ന് കിടക്കും? ടോപ്പ് ഫേസിൽ വന്ന് കിടക്കും. ശരിയല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് PH CH3, ഇവിടെ ഹൈഡ്രജൻ, ദെൻ OH, പിന്നെ ഏതാ ഗ്രൂപ്പ് കിടക്കണേ? CH2 CH ഡബിൾ ബോണ്ട് CH2 അല്ലേ? അതല്ല ഗ്രൂപ്പ്. CH2 CH ഡബിൾ ബോണ്ട് CH2. സോ നമ്മൾ ഇയാളുടെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുക. ദിസ് വിൽ ബി 1, and this will be 4 carbon. This will be 2, this will be 3 അല്ലേ? കാർബൺ. ഓക്കെ, സോ 1 2 3 യുടെ orientation. 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 1 2 3
1 2 3 ഓറിയന്റേഷൻ എന്താ എസ്. ഫോർത്ത് കിടക്കുന്നത് പ്ലെയിനിലാണ്. സോ ആറ് എസ് അല്ല വരാ. ഇതിൽ നോക്കിയേ, ഫസ്റ്റ് 1 1 2 3 6. സോറി 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 ഹൈഡ്രജന്റെ പൊസിഷൻ ഞാൻ മാറ്റിയിട്ടു. ഇടാൻ പാടില്ലല്ലോ. അവര് തന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെ ഹൈഡ്രജന്റെ പൊസിഷൻ കിടക്കണം അതേപോലെ ഇടണം. ഹൈഡ്രജൻ താഴത്തോട്ടല്ലേ? ഓക്കെ, ഇങ്ങനെ വരാ pH ഇങ്ങനെ CH3. പിന്നെ എന്താ വരാ OH ഇതിലെ വന്ന് അതല്ല ന്യൂക്ലിയോഫൈൽ ഇതിലെ വന്ന് ബോട്ടം ഫേസ് അല്ലേ? അപ്പൊ CH2 CH ഡബിൾ ബോണ്ട് CH2 OH എവിടെ വന്ന് കിടക്കുക? ടോപ്പില് ഹൈഡ്രജൻ. ഇങ്ങനെയാണ് വരാ കേട്ടോ, നമ്മൾ മാറ്റാൻ പാടില്ല, കാരണം അവിടെ അറ്റാക്ക് ചെയ്യുന്നേ. അപ്പൊ എന്താ കിട്ടുന്നത്? ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4. സോ 1 2 3 ഓറിയന്റേഷൻ 6, ഫോർത്ത് ടോപ്പിലോട്ട് പോകുമ്പോൾ എസ് 6. സോ നമ്മുടെ കോൺഫിഗറേഷൻ 6 ആയിരിക്കും, അതായത് പ്രൊഡക്റ്റ് 6 ആയിരിക്കും. സോ എക്സ് വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ് ആൻഡ് വൈ വിൽ ബി ദ മൈനർ പ്രൊഡക്റ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ, ഓപ്ഷൻ എ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, സെയിം സംഭവം. നമ്മളായിട്ട് ഹൈഡ്രജന്റെ പൊസിഷൻ മാറ്റാൻ പാടില്ല. അവർ തന്നിരിക്കുന്നത് കാരണം പ്ലെയിൻ ഇൻ പ്ലെയിൻ അല്ല, ഇത് ഇൻ പ്ലെയിൻ അല്ല. ഞാൻ തെറ്റിയിട്ടു നേരത്തെ, ഹൈഡ്രജന്റെ മുകളിലേക്ക് കൊണ്ടിട്ടു, അപ്പൊ ഉത്തരം തെറ്റും. ഓക്കെ ആണോ? ബൈസെക്ടിങ് ഫോം ആണോ നോക്കി, ന്യൂക്ലിയോഫൈൽ ഏതിൽ അപ്രോച്ച് ചെയ്യണമെന്ന് നോക്കി. ന്യൂക്ലിയോഫൈൽ ബോട്ടം ഫേസ് കൂടെയാണ് വരിക, കാരണം ഹൈഡ്രജന്റെ പൊസിഷൻ ബോട്ടം ഫേസിലാണ്. അപ്പൊ ബോട്ടം ഫേസ് കൂടെ വന്ന് അറ്റാക്ക് ചെയ്ത് OH ടോപ്പ് ഫേസിലും ന്യൂക്ലിയോഫൈൽ ബോട്ടം ഫേസിലൊക്കെ ഇടുന്നു. സ്റ്റീരിയോ കെമിസ്ട്രി നോക്കി, ആൻസറിലുള്ള സ്റ്റീരിയോ കെമിസ്ട്രി നോക്കി മാച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലേ? നമ്മൾ അറിയാതെ ഹൈഡ്രജനെ മാറ്റിയിട്ട ഉത്തരം തെറ്റുന്ന് അതാ പറഞ്ഞേ, ശ്രദ്ധിക്കണം. ഇത് ഓക്കെ അല്ലേ? ദിസ് വൺ ഈ ക്വസ്റ്റ്യൻ ഓക്കെ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ആന്റി ക്രാംസ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ആന്റി ക്രാംസ് റൂൾ. ആന്റി ക്രാംസ് അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പറയാം. ഈ ക്വസ്റ്റ്യൻ ഇതിലെ CH3 പകരം അവര് സോറി എന്ത് പറ്റി, മാറിപ്പോയ. ഈ ക്വസ്റ്റ്യനില് CH3 പകരം അവർ OCH3 കൊടുത്തതെന്ന് വിചാരിക്കുക. ഓക്കെ, CH3 പകരം OCH3 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. OCH3. അപ്പൊ കൈരാൽ കാർബണാറ്റത്തിലെ ഒരു ഹെറ്ററോ ആറ്റം ഉള്ള ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹെറ്ററോ ആറ്റം ഉള്ള ഗ്രൂപ്പ് ഉണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഹെറ്ററോ ആറ്റത്തിന്റെ പ്രത്യേകത എന്താ? അതിന് ലോൺ പെയർ ഉണ്ട്, അതിന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. ഇത്രയും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ പോയിന്റ്? ഫോം മാറ്റമൊന്നുമില്ല. ഫോം എന്ത് ഫോമാ? ബൈസെക്ടിങ് ഫോം ആണ് അല്ലേ? ഫോം ബൈസെക്ടിങ് ഫോം തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസം ഇത്. ഇനി ശ്രദ്ധിക്കുക, ന്യൂക്ലിയോഫൈലിന്റെ ഒപ്പം ന്യൂക്ലിയോഫൈല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്രിഗനാർഡ് റിയേജന്റ് അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്ന ന്യൂക്ലിയോഫൈൽ. ഈ ന്യൂക്ലിയോഫൈലിന്റെ കൂടെ ഒരു മെറ്റൽ ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു മെറ്റൽ. ആ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 തൊട്ട് ചിലപ്പോൾ +3 ആവാം, ചിലപ്പോൾ +4 ആവാം. +2 തൊട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള മെറ്റൽ
മെറ്റൽ ഈ ന്യൂക്ലിയോഫൈലിന്റെ ഒപ്പം ഉണ്ടെന്ന് വിചാരിച്ചോ. OH ടോപ്പ് ആവുമ്പോ അത് എസ് ആവില്ലല്ലോ. OH-നല്ലല്ലോ നമ്മൾ നോക്കണേ, ഹൈഡ്രജനല്ലേ നോക്കണേ. ഹൈഡ്രജൻ അവിടെ ബോട്ടം ഫേസിലല്ലേ, അപ്പൊ 6 തന്നെയല്ലേ. X6 ആണ്. ഓക്കെ, യെസ്, എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് ന്യൂക്ലിയോഫൈലിന്റെ ഒപ്പം ഒരു മെറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 തൊട്ടോ +3 +4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയോ? ഇതിന്റെ ഉൾട്ടയാണ് വരിക. ഉൾട്ട എന്ന് പറഞ്ഞാൽ എന്താ? അതിനാണ് ആന്റി ക്രാംസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ആന്റി ക്രാംസ്. അപ്പൊ 2 കാര്യങ്ങളാണ് വേണ്ടത് ആന്റി ക്രാംസിൽ. ഇപ്പൊ ഇത് എന്തുകൊണ്ട് ആന്റി ക്രാംസ് ആവാതിരുന്നേ? ഈ കണ്ടീഷൻ ഓക്കെയാണ്. ന്യൂക്ലിയോഫൈൽ ഉണ്ട്, മെറ്റൽ ടൈറ്റാനിയാണ്, ടൈറ്റാനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +4 ആണ്. പക്ഷെ ആന്റി ക്രാംസ് ആവാതിരുന്നത് ഇവിടെ CH3 ഗ്രൂപ്പ്, PH, H, ഈ 3 ഗ്രൂപ്പുകളുള്ള, അതായത് ഹെറ്റിറോ ആറ്റം ഇല്ല. ഹെറ്റിറോ ആറ്റം കൂടി വരുന്നാൽ മാത്രമാണ് അത് ആന്റി ക്രാംസിലോട്ട് പോവുള്ളൂ. ആന്റി ക്രാംസ് ആണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ബൈസെക്റ്റിംഗ് ഫോമിലെ ആന്റി ക്രാംസിലെ ന്യൂക്ലിയോഫൈൽ ഏതിൽ അപ്രോച്ച് ചെയ്യും? മീഡിയം സൈഡ് കൂടെ അപ്രോച്ച് ചെയ്യും. എക്ലിപ്സ്ഡിലെ ന്യൂക്ലിയോഫൈൽ ഏതിൽ അപ്രോച്ച് ചെയ്യും? സ്മോൾ സൈഡ് കൂടെ അപ്രോച്ച് ചെയ്യും. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആന്റി ക്രാംസ്. നമുക്ക് വരുമ്പോൾ നോക്കാം. ആന്റി ക്രാംസ് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ ക്രാംസ് ആണോ ആന്റി ക്രാംസ് ആണോ എന്നൊന്ന് പറഞ്ഞാൽ മതി. സോ ഇപ്പൊ നോക്കട്ടോ, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ H, ഇവിടെ PH, ഇവിടെ OCH3 വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇത് ക്രാംസ് ആണോ ആന്റി ക്രാംസ് ആണോ? ക്രാംസ് ആണോ ആന്റി ക്രാംസ് ആണോ? അപ്പൊ നമ്മൾ എന്താ നോക്കണ്ടേ? ന്യൂക്ലിയോഫൈൽ നോക്കി, ന്യൂക്ലിയോഫൈൽ H- ആണ്. ന്യൂക്ലിയോഫൈലിന്റെ കൂടെയുള്ള മെറ്റൽ നോക്കി, ലിഥിയം പ്ലസ് ആണ്. അപ്പൊ പിന്നെ ലിഥിയം +1 അല്ലേ ഉള്ളൂ. അപ്പൊ ഇത് ഏത് റൂൾ ആയിരിക്കും? ക്രാംസ്. ഇവിടെ ഓക്കെ ഉണ്ട്, ഇവിടെ ഹെട്രോആറ്റം ഉണ്ട്. പക്ഷെ ലിഥിയത്തിന്റെ കൂടെ ന്യൂക്ലിയോഫൈലിന്റെ കൂടെയുള്ള മെറ്റൽ Li+ ആണ്. ഇത് ക്ലിയർ ആണോ ഈ പോയിന്റ്? ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ അവര് ഇങ്ങനെ തന്നു വിചാരിക്കുക, CH3 MgBr. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ന്യൂക്ലിയോഫൈല് CH3-, മെറ്റൽ ഏതാ? Mg2+. ഇപ്പൊ ഇത് ഏത് റൂളാ? ആന്റി ക്രാംസ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണത്? ഏത് ഫോമാ നോക്കുക. ഇത് ഏത് ഫോമാ? ബൈസെക്റ്റിംഗ് ഫോം ആണ്. ക്രാംസിൽ ബൈസെക്റ്റിംഗ് ഫോമിൽ ന്യൂക്ലിയോഫൈൽ ഏതിൽ അപ്രോച്ച് ചെയ്യും? സ്മോളർ സൈഡ് കൂടെ. ഇവിടെ സ്മോളർ സൈഡ് ഏത് ഫേസാ? ബോട്ടം. ഓക്കെ ആണോ? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റി ക്രാംസ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും കേട്ടോ. ക്രാംസ് പഠിച്ചു വെക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റി ക്രാംസ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കുക. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ CH3 തന്നു, എന്നിട്ട് ഇവിടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് തന്നു. ഇപ്പൊ ഇത് ഏത് ക്രാംസ് ആണോ ആന്റി ക്രാംസ് ആണോ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ന്യൂക്ലിയോഫൈല് CH3- ആണ്, മെറ്റല് Mg2+ ആണ്. നമ്മൾ കൈരാൽ കാർബണാറ്റത്തിൽ ഹെട്രോ ആറ്റം ഇല്ല, there is no ഹെട്രോ ആറ്റം. അപ്പൊ ഇത് ഏതാ? ക്രാംസ്. ഓക്കെ, ഇപ്പൊ അവരിങ്ങനെ തന്നു, CH3 this one react with NaBH4 CeCl3. ഇതേതാ? NaBH4 CeCl3. അപ്പൊ നമ്മൾ നോക്കണ സമയത്ത് ന്യൂക്ലിയോഫൈല് H- ആണ്, മെറ്റൽ ഇവിടെ Na+നും കാണാം, Ce3+നും കാണാം. അപ്പൊ Ce3+ അവിടെ ഉണ്ട്. ആദ്യം പോയി റിയാക്ട് ചെയ്യുന്നത് Ce3+ ആയിരിക്കും. അതായത് ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്താണ്. അപ്പൊ Ce3+ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഹെട്രോ ആറ്റം ഉണ്ട്, ഹെട്രോ ആറ്റം.
അപ്പൊ എന്തായിരിക്കും ഇത്? ആന്റിഗ്രാംസ്. ക്ലിയർ ആയോ? ആന്റിഗ്രാംസ്. ഓക്കെ, സോ യെസ്. അപ്പൊ നമ്മള് തൽക്കാലം സ്റ്റീരിയോ കെമിസ്ട്രി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. സ്റ്റീരിയോ കെമിസ്ട്രി എനിക്കറിയാം കുറച്ചും കൂടി പ്രോബ്ലംസുകൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഒന്ന് എടുത്തിട്ട് നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രി കണ്ടിന്യൂ ചെയ്യാം. കാരണം സ്റ്റീരിയോ കെമിസ്ട്രിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ടോപ്പിസിറ്റി ഉണ്ട് എനിക്കറിയാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എടുത്തിട്ട് തരാമെന്ന് വെച്ചിട്ടാണ് ടോപ്പിസിറ്റിയുടെ കേട്ടോ. അത് സിമ്പിൾ ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ടോപ്പിസിറ്റി ചെയ്യാനായിട്ട്. അപ്പൊ അതും കൂടി ചെയ്യാം. അപ്പൊ ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് സ്റ്റീരിയോ കെമിസ്ട്രിക്ക് കൊടുക്കാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ചോദ്യങ്ങൾ. ഓക്കെ, പേടിക്കണ്ട, ഇനിയുണ്ട്. ഓക്കെ, ശരി.